വെൽക്കം ടു ക്ലബ് എഫ് എം. ആ ഒരു എനർജിയാണ് എനിക്ക് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോൾ ചെയ്തില്ല. എന്തുടാ നമ്മളൊക്കെ അലമ്പലടി. എനിക്ക് ഓണാ മാത്രം ഓഫുള്ളൂ. സാഗറിനെ കേട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അത്രയും സെലക്ട് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എടുക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാ ഇമാറിനെ കുറിച്ച് ഞങ്ങൾ ഇരിക്കില്ല. പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഫ്രണ്ട് ആയിരുന്നു. എന്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചത്. ഞാൻ കുറച്ചിങ്ങനെ ഹൈ റേഞ്ച് നിൽക്കുമായിരുന്നു. ഏത് 10 വർഷം മുൻപ് 32 വയസ്സുണ്ട്. 32. പെട്ടെന്ന് സീരിയസ് ആയി പോയല്ലോ. ബാക്ക് ടു നോർമൽ. ഒരു അലമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചേ. അലമ്പ് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. സ്നേഹത്തിലില്ല. ഞങ്ങൾ രക്ഷിക്കണം. ഞാനൊരു റീലിൽ കണ്ടതാണ്. ഇവരുടെ സിനിമയുടെ ഒരു പോസ്റ്റർ വന്നിട്ട് ഇവരുടെ 3 ആളുടെയും ഫോട്ടോസ് വന്നിട്ട് അൽ പൊളി ടീം എന്ന്. ഈ അൽ പൊളി ടീമാണ് നമ്മുടെ കൂടെ ഇന്ന് ക്ലബ് എഫ് എമ്മിലുള്ളത്. പ്രകമ്പനം സിനിമയുടെ ഏറ്റവും എന്താ പറയുക 3 ആക്ടേഴ്സ് അമീൻ, ശീതൽ ആൻഡ് സാഗർ സൂര്യ. വെൽക്കം ടു ക്ലബ് എഫ് എം. ആ ഒരു എനർജിയാണ് എനിക്ക് വേണ്ടത് സത്യം പറഞ്ഞാൽ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്ര എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യണേ ഈ ഒരു സൗണ്ടിൽ നിന്നും. നിങ്ങളുടെ സിനിമ ഇറങ്ങാൻ പോണ എക്സൈറ്റ്മെന്റ് അല്ലേ? ഉറപ്പായിട്ടും എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? കാരണം ഇപ്പൊ സാഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്രയും അല്ലെ, കുറച്ച് പൊക്കി പറയാം. എല്ലാരും പൊക്കി പറയാനുള്ള ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബൈ ദ വേ, ഹാപ്പി ആരാ പറഞ്ഞ ശീതളിനെ കാണുമ്പോ തന്നെ എനിക്ക് ബംബ്ലിങ്ങയുടെ ആ ബിജിഎം ഓർമ്മ. മറ്റേതും കണ്ടിട്ടുണ്ട്. ഗോളത്തിലൊക്കെ കണ്ടല്ല കമോണാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് പറഞ്ഞത് എന്നെ പറ്റി കുറെ നേരം വെയിറ്റ് ചെയ്യണത്. ഓക്കെ, സാഗറിന്റെ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇന്റർവ്യൂല് അത്രയും സെലക്ട് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എടുക്കുള്ളൂ. എന്താടാ നല്ല പഞ്ചില് പറയുമ്പോ ഞാൻ എപ്പോഴും പറയുന്നതാ ഇമാറിനെ കുറിച്ച് ഞങ്ങൾ ഇരിക്കില്ല. സത്യതാണെങ്കിലും എന്തിനാണെങ്കിലും പുറത്തു പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. പണി തീർന്നു കഴിഞ്ഞിട്ട് അത്രയും സെലക്ട് ചെയ്തെടുത്ത് ധീരം. പിന്നെ ഇത് അല്ലേ 2 എടുത്തിട്ടുള്ളത് കഴിഞ്ഞിട്ട് ഇല്ല. പണി കഴിഞ്ഞതിന് ശേഷം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന പ്രകമ്പനാണ്. അതിന് മുന്നേ ധീരം ചെയ്തിരുന്നു. പക്ഷെ ധീരം അഭിനയിക്കാനുള്ള കാരണം ഇന്ദ്രേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ചില പടങ്ങൾ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പണി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഷെയ്ഡിൽ കുറേ അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ അതിന് ശേഷം ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സബ്ജക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്താണ് നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് വിജയശേട്ടനും ശ്രീഹരി ബ്രോയും വരുന്നത്. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ച് വന്നേക്കാൻ പഠിച്ചു വെച്ച് പറയണയാണെന്ന് നമുക്ക് മനസ്സിലാവരുത്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് അപ്പൊ തെരഞ്ഞെടുക്കുക അത്രയും നോക്കി തെരഞ്ഞെടുക്കുന്ന ആളാണല്ലോ. അപ്പൊ ഇതിലേക്ക് ആ തെരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താ? ഇതില് തെരഞ്ഞെടുക്കുന്ന മെയിൻ ആയിട്ടുള്ള അമ്മീനുണ്ട്, ശീതൾ, ധീരം തെരഞ്ഞെടുക്കാരെ ഇന്ദ്രജിത്ത് ഏട്ടൻ. ഇത് തെരഞ്ഞെടുക്കാരെ നിങ്ങളെന്ന് മനസ്സിലാക്കുക. എന്നാലും ഇവരൊന്നും അടങ്ങിയിരിക്കുള്ളൂ. ഇനി കുറച്ചേരം മിണ്ടരുത്. അല്ല, ഉറപ്പായിട്ടും കുറേ സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് നല്ലൊരു കഥ വന്നത്. കഥ തന്നെയാണ് പ്രകമ്പനം സിനിമയുടെ മെയിനായിട്ടുള്ളൊരു നട്ടെല്ലെന്ന് പറയുന്നത്. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നവരസയും കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോൺ ബഡ്ജറ്റ് പ്രൊഡക്ഷനും ഒക്കെയാണ് ഈ പടത്തിൽ ഇന്നായിട്ടുള്ളത്. അപ്പോൾ അത്രയും നല്ല ബാനറാകുമ്പോൾ ഈ പടത്തിൻ്റെ ക്വാളിറ്റിയും
നല്ലതായിരിക്കും. അപ്പോൾ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ 1-2 ഫാക്ടേഴ്സ് നോക്കും. ഇപ്പോൾ ഗണപതി, അമീന്, പിന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ട് പ്രൊഡക്ഷൻസ്, ടെക്നീഷ്യൻസ് ആണ് ആൽബി ചേട്ടൻ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു ക്വാളിറ്റി സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ തിരഞ്ഞെടുക്കാനുള്ള കാരണം. നിങ്ങളെങ്ങനെ അപ്രോച്ച് ചെയ്തത്, എങ്ങനെ നിങ്ങൾ ഈ ഒരു മൂവി ഒക്കെ ചെയ്തെടുക്കും? അപ്പോൾ അമീനാണ് ഈ ഡിറ്റക്റ്റീവ് ജോലം കഴിഞ്ഞിട്ടുള്ള സിനിമ. അമീനെ പറ്റി നമ്മൾ പറയണ്ട, കാര്യം ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറയൂ അമീൻ, ഹൗ ഡിഡ് യു സെലക്ട് ദി സ്ക്രിപ്റ്റ്? ഒരുപാട് വരണുണ്ടാവും അല്ലേ? പിന്നെ ഇഷ്ടം പോലെ അല്ലേ? പിന്നെ ഷൂട്ടിനിടയിലും വേറെ ഷൂട്ടിനൊക്കെ പോവായിരുന്നു. അതെയോ? അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കണേ. സത്യം. വിജയ് ചേട്ടൻ വിളിച്ചു. ഇടക്ക് ആദ്യം ഞാൻ ഇവരുടെ ഈ നവരസ എന്ന് പറയുന്ന പ്രൊഡക്ഷന്റെ വേറൊരു പടം അഗ്രിമെന്റ് ആയിരുന്നു. അപ്പൊ ആദ്യം അതാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ പെട്ടെന്നാണ് ഇത് ഓണായത്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ കേട്ടു. ഈ പറഞ്ഞ പോലെ നല്ല പ്ലോട്ടാണ്. അങ്ങനെ ഞാൻ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു പ്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹൊറർ ആണെങ്കിൽ പോലും ഒട്ടും ക്ലീശ പരിപാടിയൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അങ്ങനെ പിന്നെ നോക്കാൻ നേരത്ത് സാഗർ, ഗണപതി ഇവരുടെ കൂടെ ആയിട്ടുള്ളൊരു പറയുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ പേര് ശങ്കരൻ, പുണ്യാളൻ, സിദ്ധു. അപ്പൊ അതില് ശങ്കരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ 3 പേര് റൂംമേറ്റ്സ് ആണ്. ഇതിലാരൊക്കെ ശങ്കരൻ എന്ന് പറയുമ്പോൾ? ശങ്കരൻ, പുണ്യാളൻ, സിദ്ധു. ശരിക്കും പുണ്യാളൻ എന്നാണ് അതിന്റെ പേര്? അതെ, പുണ്യാളൻ എന്നാണ് പേര്. ശീതൽ പറയൂ. ഇല്ല, പ്രൊഡക്ഷന്റെ സൈഡിൽ നിന്നാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവിടെ ഫ്രണ്ട് ആയിരുന്നു. അബി അത് കഴിവുണ്ടടാ, അതുകൊണ്ടാണ് അഭിനെ കോണ്ടാക്ട്. ഞാനില്ലേ ഇത് പറയുമ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവൻ ഇത് പറയുന്നത്. അല്ല എന്തൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചത്. ആ സമയത്ത് ഞാൻ കുറച്ചിങ്ങനെ ഹൈ റേഞ്ചിൽ നിൽക്കുമായിരുന്നു. രണ്ടാമത്തെ റീല് 2 മില്യൺ ആയിരുന്നേ. അങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു അങ്ങനെ പിന്നെ വിദേശേട്ടനെ കണ്ടു. അപ്പൊ അതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഈ പറഞ്ഞ അഭി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം നല്ലുണ്ട് നോക്കണം. അല്ല ആക്ച്വലി നോക്കിയപ്പം ഈ 3 പേര് തന്നെയായിരുന്നു അതിന്റെ ഹൈലൈറ്റ്. അപ്പൊ ഈ 3 ബോയ്സിന്റെ കൂടെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൈലൈറ്റ് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒബ്വിയസ്ലി ഹൊറർ കോമഡി എനിക്ക് ഇഷ്ടമുള്ള ജോണറാണ്. അങ്ങനെയാണ് ചൂസ് ചെയ്തത്. ഓക്കെ, ഇതിലൊരു ഡയലോഗ് മാത്രമേ ടീച്ചറിൽ കണ്ടുള്ളൂ. കഴിഞ്ഞു അവരുടെ ഞാൻ ചോദിക്കാൻ ഇങ്ങനെ ഒരു ഇടങ്ങേറാക്കണ ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെയല്ലേ വെക്കുള്ളൂ നമ്മൾ, അങ്ങനെ വിചാരിക്കുള്ളൂ. മൊത്തം വിട്ടില്ല ആണല്ലേ? അതിൽ കമന്റ്സിൽ കുറെ കണ്ടതാണ് അടികപ്പേരെ കൂട്ടമണി. ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ കണിമംഗലം കോവിലകം, അതുപോലെ തന്നെ രോമാഞ്ചം, ഇങ്ങനത്തെ പടങ്ങളുടെ ഒരു ചെറിയ 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 ചായ്വ് കുറെ പേർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഹോസ്റ്റൽ ഹൊറർ ആയിരുന്നു. ഹോസ്റ്റൽ ഒരു ഭാഗം മാത്രമാണ് സിനിമയുടെ. അത്രേ ഉള്ളൂ. പിന്നെ കഥ പോകുന്നത് വേറൊരു ഐലൻഡിലാണ്. പിന്നെ കഥ നടക്കുന്നത് അത് ശരി. ഇല്ല പിന്നെ ആ തുടക്കം മാത്രം അങ്ങനെ തോന്നുന്ന, പിന്നെ കഥ പോകുന്നത് വേറൊരു ഇതിലാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് എന്തായാലും ഈ പടത്തിലുണ്ട്. കോളേജിൽ തന്നെ ആകെ 4 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഓ, എനിക്കൊന്നും ആ ടീച്ചറിലൊക്കെ നമ്മൾ അതാണല്ലോ കാണുന്നത്, ഫുള്ള് ഹോസ്റ്റലാണല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് മൊത്തം ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും അടിക്കപ്പേരെ കുട്ടുമണി എന്ന് പറയണത്. പക്ഷെ ഹാപ്പിയാണ് അങ്ങനത്തെ വലിയ നല്ല പടത്തിന്റെ കൂടെ കമ്പയർ ഹാപ്പിയാണ്. അതെ, 2026 ഈ പടം തൂക്കുന്നാണ് കുറെ പേര് അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരും. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ഗണപതി ഉണ്ട് ഇതില്. സോ ഞാൻ കേട്ടിട്ടുണ്ട് സാഗർ ആക്ച്വലി ഒരു ഇൻട്രോവേർട്ടാണ്. അല്ലേ? സാഗർ എന്നെ പറയണ സാഗർ അത് അവനെ പറയുള്ളൂ. എനിക്ക് തോന്നിയില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. സാഗർ ഇല്ല, ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഞാൻ ഈ ഫീൽഡിൽ നല്ലോണം സംസാരിക്കുന്ന ആളെന്നല്ലേ? സത്യം. ഞാൻ പിന്നെ ഇതിലേക്ക് വന്നപ്പോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മാറി സമാധാനം. അപ്പൊ എങ്ങനെ ഇവരൊക്കെ ആയിട്ട് ആ ഒരു ജെല്ല് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ചോദിക്കാൻ വന്നത്. ആ ജെല്ല് ചെയ്യേണ്ട സീൻ എന്താ വേണ്ടേ? വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. ജെല്ലാക്കുന്നതാ. അല്ലല്ല, നമുക്ക് അതെ ഉണ്ട് അത് കാണുന്നുണ്ട്. നല്ല ബഹുമാനം.
ഏജോ അത് വേണ്ടായിരുന്നു അഭിനയ. എന്റെ കഴിഞ്ഞോളം ഗസ് ചെയ്തല്ലേ ഇതിന്റെ ഏജ് ഗസ് ചെയ്യും. അത് കേക്കണം. ഒരു 28. ഏത് 10 വർഷം മുൻപ്? ഓ ഷൂ 32 വയസ്സുണ്ട്. 32. എന്തിനാണോ പറഞ്ഞത്? ഞാൻ പോവാ. എന്തായിരുന്നു ചോദിച്ചത്? മൂട് പോയില്ല. അല്ലെ, കുറെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സിനിമകളും നല്ല വൈബ് ആവണമെന്നോ നല്ല ജെല്ലാവണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഈ സിനിമയിൽ A to Z ആണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ആർട്ടിസ്റ്റിലായിട്ടുള്ള സിംഗർ ആണെങ്കിലും ടെക്നിക്കൽ ടീമാണെങ്കിലും വർക്ക് ചെയ്യുന്ന ക്രൂ ആണെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്ന കോ ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാം വരുമ്പോഴാണ് ഒരു സിനിമ ഒരു പൂർണ്ണതയിലെത്തുന്നത്. ആ ഒരു പൂർണ്ണത നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു പൂർണ്ണത ജനങ്ങൾക്കും കിട്ടിയിട്ട് അവർക്ക് ആസ്വദിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക്. ഇത് ഒരു പ്രേതമാണല്ലോ, പ്രേതം മൂടാണല്ലോ, ഹൊറർ മൂടാണല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല, കോമഡി അല്ലേ? കോമഡി ഉണ്ട്. അപ്പൊ ബാധ കയറുന്നല്ല സാഗറിന്റെ മേത്ത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. അതെങ്ങനെ മനസ്സിലായി ബാധ കയറുന്നത്? അത് ഞാൻ അതിന് വായിച്ചെടുത്തതാണ് ടീച്ചർ. കമന്റും വായിച്ച് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വന്നാ വന്നാ ആ സാധനം ഉണ്ടല്ലോ. അതല്ല മോളെ, ഇത് വേറെ ആയിരുന്നല്ലേ? വേറെയാണ്. ഓക്കെ, അത് നമുക്ക് പടം കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ശരിക്കും എന്താ വെച്ചാൽ റിയൽ ലൈഫിൽ ഇതുപോലത്തെ പ്രേതങ്ങളുടെ ഒരു ഇൻസിഡന്റ് ചോദിക്കാൻ വരുമായിരുന്നു. എന്താടാ ഒന്നുകൂടി പറയണം. ഒരു ചോദ്യത്തിനൊന്നും ഒരു മാറ്റമില്ലല്ലോ. ഒരു വർഷം മുമ്പ് ഇന്റർവ്യൂ ചോദിച്ച സെയിം ചോദ്യം. അതെന്താ പ്രേതത്തിന്റെ അനുഭവം കോമഡിയിലേക്ക് വാ, സീരിയസ് ആവല്ലേ? സീരിയസ് ആവല്ലേ? അതല്ല, പ്രേതത്തിന്റെ നമ്മൾ പണ്ട് കുറെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ഇല്ലാത്തൊരു കഥയാട്ടാ പറഞ്ഞു ഉണ്ടാക്കി പറയാ കേട്ടിരിക്കാം. അല്ല ആക്ച്വലി ഉണ്ടായിരുന്നു. ഒരു പ്രസൻസ് ഉണ്ട്. അതെ, അപ്പം അവിടെ പറയട്ടെ അവിടെ ഇങ്ങനെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് എനർജി വൈബ് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ പോകുമ്പോ. കണ്ടിട്ടൊന്നുമില്ല. ഓക്കെ, സാഗറിനാണെങ്കിൽ ഇല്ല, എനിക്കങ്ങനെ പ്രേതത്തിൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു എനർജി ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയുടെ പ്രസൻസ് എപ്പോഴും കൂടെ ഉള്ള പോലെ പല കാര്യങ്ങളും കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്ന പോലെ ആ ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഡയലോഗ് തന്നെ ഇപ്പം വന്ന ആ ഡയലോഗ് പറയണ്ടല്ലോ ഇതിൽ ഞങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് വന്നോ എന്ന് വെയിറ്റ് ചെയ്തൊരു സംഭവം ആയിരിക്കും ഇത്. ശീതൾ ശീതളില്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ഇല്ലെന്ന് പാവടാ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക? ഇപ്പൊ ഈ വന്ന ആ ഡയലോഗ് റിലേറ്റ് ചെയ്തിട്ടുണ്ടാ. ഏറ്റവും ആദ്യത്തെ റിസൾട്ട് വന്നു എന്ന് വിചാരിക്കാം, ഈ വന്നതിന്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബാക്കി ഇതെന്തായിരിക്കും? ചോദ്യം റിസൾട്ട് എന്ന് പറഞ്ഞോണ്ടാ ബാക്കി റിസൾട്ട് എന്ന് പറയുമ്പോ എന്തിന്റെ റിസൾട്ട്? എക്സാം. എക്സാമിന്റെ. അതായത് ഇതിലിപ്പോ ഒരു വന്നാന്ന് മാത്രം വന്ന ആ എക്സൈറ്റ്മെന്റിൽ എന്തായാലും ഞാൻ റിസൾട്ട് എന്തായാലും ചോദിക്കില്ല. വന്നു ആ സന്തോഷത്തിൽ എന്തായാലും ഞാൻ ചോദിക്കില്ല. SSLC ചോദിച്ചിട്ടില്ല, പ്ലസ് ടു ചോദിച്ചിട്ടില്ല? ഇല്ല, ടെൻഷൻ തന്നെ. അത്ര കോൺഫിഡൻസ് ആ വന്നാലും ഒരു 10+ കിട്ടിയ പോലെ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. എന്റെ റിയൽ ലൈഫിൽ എന്തായാലും അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. പള്ളിയിലെങ്ങനെ പോയിരിക്കും നിങ്ങള് പള്ളിയിലെങ്ങനെ ഉണ്ടാവും? ഒരുത്തന്നെ പോവാൻ എന്തെങ്കിലും വേണ്ടേ? പ്ലസ് 2 നിർത്തിയല്ലോ. 10ല്ലേ? നീ ഇപ്പൊ അവന്റെ കൂടെയായില്ലേ? ശരി പക്ഷെ എന്താ കാര്യം, പ്ലസ് 2 നിർത്തിയാൽ മതിയായിരുന്നു, പിന്നീടാണ് തോന്നിയത്. അതെ, പറയാമീനെ അങ്ങനെ തോന്നില്ല. റിസൾട്ട് വരാൻ നേരത്തെ അത്ര എക്സൈറ്റഡ് ആയിട്ടുണ്ടോ? ഇല്ല. അറിയാലോ എന്താ നടക്കാൻ പോണത്, എന്താ സംഭവിക്കാൻ പോണത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്. അപ്പൊ ഇനി സെക്കൻഡ് ഓപ്ഷൻ, നമുക്ക് ഒരാളുടെ മെസ്സേജിന്റെ റിപ്ലൈ ആണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കണെങ്കിൽ. പണ്ടുണ്ടായിരുന്നു പ്രേമിക്കണ സമയത്ത്. അത് ഇൻഡയറക്ട്ലി ശീതളിന് എനിക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് ആണോ? ആളനുസരിച്ചിരിക്കും, പർട്ടിക്കുലർ പേഴ്സൺ അനുസരിച്ചിരിക്കും. ഇവരാണെങ്കിൽ നോക്കത്തില്ല, അത് വേറെ കാര്യം. അയക്കാറില്ല. ഫോൺ എടുക്ക. വിളിച്ചേക്കണേ. ഓക്കെ, സാഗർ പറയൂ.
എനിക്ക് നമ്മൾ വലിയ വലിയ ഡയറക്ടേഴ്സിനൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ആ റിപ്ലൈ കിട്ടുവാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സ്മാർട്ട് വർക്ക്. ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ വർക്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഞങ്ങൾ ജെന്യുവൻ ആണ്, ഞങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത്. അടുത്ത ചാൻസ് കിട്ടാൻ അടുത്ത പടം ഇതുവരെ ഓണായില്ല. ആരെയും കാണാൻ ബാക്കിനെയും കാണാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ? നമ്മള് ഓക്കെ, ഞാൻ ലേശം ചായ കുടിക്കട്ടെ. ഇനി കുറച്ച് ചോദിക്കേ അടുത്തത്. ഇനി എത്ര നേരം ഉണ്ട് ഈ ഷോ? കമോ ടൈമില്ല. അത് പറഞ്ഞു തീർക്ക്. അല്ല, ഉറപ്പായിട്ടും എനിക്കതിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളത്. നമ്മൾ കുറേ ഡയറക്ടേഴ്സിനായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ റിപ്ലൈ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ മുന്നേ നമ്മൾ അഭിനയത്തിന് തുടക്ക സമയത്ത് ഒരുപാട് പേർക്കൊക്കെ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ടാവും. അതിന്റെ റിപ്ലൈ ഒക്കെ പണി സിനിമയൊക്കെ വരുമ്പോഴാണ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഒരു പടി കിട്ടും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. എന്നെ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എൻ്റെ അതാണ് ഇപ്പോൾ. മനസ്സിലായി. അടിപൊളി. ഓക്കെ, ആ കൈയടിച്ചിട്ട് അത് പഞ്ച് കളയണ്ട. പണി സിനിമയില് ഇപ്പം സാഗർ സൂര്യ ആണെങ്കിൽ മറ്റേ ബോബീനെ കൊല്ലുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് ഒറ്റ ഷോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിലും ഒറ്റ ഷോട്ട് അങ്ങനെ ചെയ്തു തീർത്ത ഇതുണ്ടായിട്ടുണ്ടോ? അതിലുണ്ട്, അങ്ങനത്തെ സീനുകളുണ്ട്. പക്ഷെ ഇവര് ഓർക്കുന്നുണ്ടാവില്ല. അത് എനിക്കറിയില്ല, ഈ നമ്പർ അടിക്കുന്നത്. ഇല്ല, ഉണ്ട് അങ്ങനത്തെ സീനുകളുണ്ട് ഒരുപാട്. അതിൽ ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോ അങ്ങനത്തെ സീനുകളുണ്ട്. ആണല്ലേ? ഇപ്പൊ അയ്യോ അത് ഞാൻ ഉദ്ദേശിച്ചത് നീ ഉണ്ടാവില്ല, നീ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഫസ്റ്റ് ഒറ്റ ഷോട്ടിൽ ഓക്കെ ആവണേ, ഒറ്റ ടേക്കില്? ആണല്ലേ? ഒറ്റ നമുക്ക് ഓക്കെ, പക്ഷെ അവർക്ക് ഓക്കെ. അതുപോലെ നിങ്ങളുടെ പാട്ട് തള്ള വൈബ് ഇപ്പൊ അത് വീണ്ടും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ഇങ്ങനെ ഗ്രാഫ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക. ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ തള്ള വൈബ് തന്ത വൈബ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളല്ല, അല്ല, നമ്മളല്ല. എന്താ അങ്ങനെ ടോക്ക്? അപ്പൊ നിങ്ങൾ മൂന്നാളല്ലാതെ അല്ല, നമ്മളല്ല. അല്ല, അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നതിന് കറക്റ്റ് എനിക്കൊന്ന് പറഞ്ഞുകൊണ്ടാ ഈ തള്ള വൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് മീനിങ് കറക്റ്റ് പറയുകയാണെങ്കിൽ. സോങ് സെലക്ഷൻ ആണോ, കോസ്റ്റ്യൂം സെൻസ് ആണോ? അതായത് ഉണ്ടല്ലോ, ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ഒരു പുതിയ ഒരു തോട്ടല്ലാതെ ഇപ്പോഴും പഴയ ഒരു തോട്ട് വെച്ച് നടക്കണ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയല്ല, ഞാൻ കുറച്ച് എത്രയാണ് കുറച്ചൊരു പഴയതുണ്ട്. അത് ഭയങ്കര ഭയങ്കര മോഡേൺ വെച്ചാൽ അങ്ങനെയല്ല എന്നതാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് എല്ലാം ഭയങ്കര കൂളായിട്ട് എനിക്ക് അങ്ങനെ പറ്റാറില്ല. കുറച്ചൊരു പഴയ ചിന്താഗതി ഉണ്ട്. പെട്ടെന്ന് സീരിയസ് ആയി പോയല്ലോ. ബാക്ക് ടു നോർമൽ. ഒരു അലമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചേ. ഇപ്പൊ കലമ്പ് തന്നെ നല്ല ചോദ്യമായിരുന്നു. നല്ലായിരുന്നു. ഈ നല്ല കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോൾ ചെയ്തില്ല. എന്തടാ എന്നിട്ടൊന്നുകൂടി പോയി. നമ്മളൊക്കെ അലമ്പലടി. അയ്യോ സീൽഡോ നമ്മള് ആക്ഷൻ പറയുമ്പോ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് മീറ്റർ പിടിക്കും. അമീനോടാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ മുൻപും കഴിഞ്ഞിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ. പഠിച്ചിട്ടുണ്ടാവും. മുന്നേ കൊടുത്തിരുന്ന ഇന്റർവ്യൂസും ഇപ്പൊ കൊടുക്കുന്ന ഇന്റർവ്യൂസും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്. ആദ്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഉജ്ജ്വലന്റെ സെറ്റിൽ ഞാനും ധ്യാൻ ചേട്ടനൊക്കെ നല്ല വൈബായിട്ട് പോയിക്കൊണ്ടേ. അപ്പം ഇന്റർവ്യൂവിന്റെ സമയത്തും ആ വൈബ് ഉണ്ട്. പക്ഷെ ഈ പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഞാൻ പുതിയൊരു പയ്യൻ ധ്യാൻ ചേട്ടനോട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്ക് സംസാരിക്കണം. അപ്പോൾ അതിന്ന് കുറെ നെഗ് കിട്ടി എനിക്ക്. ഇപ്പം എന്താ ഇത്ര അഹങ്കാരവും, മുതിർന്നവരെന്താ ബഹുമാനിക്കാത്ത. അപ്പം ഇവർക്ക് അറിഞ്ഞിട്ടില്ല നമ്മള് സെറ്റിലും പരിപാടിയിലും ഒക്കെ ഉള്ള ഇതാ. അതിനുശേഷം ഇന്റർവ്യൂ ഈ പറഞ്ഞ പോലെ അതിനുശേഷം പിന്നെ ഇപ്പൊ ഈ പടത്തിന്റെ പരിപാടിക്കാണ് ഇന്റർവ്യൂ എടുക്കണം. പിന്നെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂലാണ് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത്. ഇന്റർവ്യൂല് നമ്മള് സെറ്റിലൊക്കെ ഭയങ്കര കമ്പനി ആയിട്ട് ഇവൻ ഇന്റർവ്യൂ വന്നിരിക്കുമ്പോ ഭയങ്കര ഇൻട്രോവേർട്ട് ആവും. അതാ മറ്റേ അന്ന് കിട്ടിയ ആൾക്കാർക്ക് അത് അറിയുന്നില്ല. നമ്മൾ ബിഹൈൻഡ് അറിയില്ല. ആണെങ്കിലും അമ്മ
ഒറിജിനൽ പരിപാടിയാണെങ്കിൽ ഇതൊന്നുമല്ല. ആണല്ലേ? ഇപ്പൊ കുറച്ചുകൂടി ഡീസന്റ് കൂടെ പിടിച്ചാണ് നമ്മൾ ഇരിക്കണം. അപ്പൊ അത് ആൾക്കാർക്ക് കണക്ട് ആവില്ല. അത് കാണുന്നില്ലല്ലോ. നമ്മുടെ 45 ദിവസം ഷൂട്ട്. അതേ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ആളായി? പിന്നെ കോണ്ടാക്ട് നമ്മളിങ്ങനെ വെച്ച് ഫ്രണ്ട്സ് ആണല്ലോ നിങ്ങള്. നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നു വരില്ല. ഞാൻ കുറച്ച് ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവരുമായിട്ട് അങ്ങനെ സിങ്ക് ആവണമെന്നില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. സീരിയസ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇവരോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഓ പ്രൗഡ് മൊമെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റിൽ അവര് റീൽസ് ഉണ്ടെന്നുള്ളതാണ് അല്ലെ? എത്രയോ പടങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവന്റെ ധൈര്യം. ഞങ്ങളുടെ ധൈര്യം ഇല്ലായ്മയും അതാണ്. അതെ. അതെങ്ങനെ ലൈക്ക് ആ ടൈമൊക്കെ ഇപ്പൊ നിഹാലിനാണെങ്കിലും നിബ്രാസിനാണെങ്കിലും ഒക്കെ ഓരോ ഫിലിംസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആഴ്ച ഒരു ദിവസം എന്തായാലും ഷൂട്ടിന് വേണ്ടി മാറ്റി വയ്ക്കും. ഇപ്പൊ രാത്രി വരെ ഷൂട്ട് ഉണ്ടെങ്കിൽ 10 മണി വരെ ഷൂട്ട് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 1 മണി 2 മണി വരെ മറ്റേ ഷൂട്ട് ചെയ്യും. അങ്ങനെ തന്നെയായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്. ഇപ്പൊ തന്നെ ഒരു വീഡിയോയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുക. ചെന്നിട്ടാണ് ഇനി എനിക്ക് പരിപാടി തുടങ്ങിയ. ഈ പറഞ്ഞ പോലെ നമ്മള് ടീമായിട്ട് തുടങ്ങിയാണല്ലോ. എല്ലാരും ഇതേന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. സ്റ്റഡീസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങിയ പരിപാടി. അപ്പം എല്ലാവരുടെ പരിപാടിയും നോക്കണം. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഒരാൾ രക്ഷപ്പെടും സിനിമയിൽ കൂടെ, 2 ആൾ രക്ഷപ്പെടും. ഇപ്പം ബാക്കിയുള്ളവര് പിന്നെ ബാക്ക് ആവും. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അത് കണ്ടിന്യൂ ആലോചിക്കില്ലേ അവരുടെ ഒരു കഴിഞ്ഞ മീനായിട്ട് കിട്ടുമോന്നാണ് സംശയം. കഴിഞ്ഞ പക്ഷെ നല്ല രസം ഇവരുടെ റീൽസ് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സും. അടുത്ത സ്റ്റെപ്പുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സിനിമയിൽ നിങ്ങൾ സജീവമായുള്ള റീൽസ് ഇടൽ നിർത്തരുത് എന്നാണ് ഞങ്ങൾ ആരാധകർക്ക് പറയാനുള്ളത്. എന്തായാലും ലോങ് വീഡിയോസ് പരിപാടികൾ കാണും. യൂട്യൂബിലും പരിപാടികൾ, ഇൻസ്റ്റയിലും കാണും. ശീതൾ ആക്ച്വലി ഒരു ഫോട്ടോഗ്രാഫർ ആണല്ലേ? ആയിരുന്നു. ആണോ? ഇപ്പില്ല. അത് പാഷൻ ആയിരുന്നോ ഫോട്ടോഗ്രാഫി? സത്യം പറഞ്ഞു. ആക്ച്വലി ഞാൻ പഠിച്ചത് മൾട്ടിമീഡിയ. അപ്പൊ മൾട്ടിമീഡിയ എടുക്കാനുള്ള കാരണം ഫോട്ടോഗ്രാഫി മാത്രമേ അതിൽ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഫോട്ടോഗ്രാഫി 5th സെമസ്റ്ററിലാണ് വന്നത്. അപ്പൊ ഒത്തിരി നാൾ അങ്ങനെ പോയി. പിന്നെ 5th സെമസ്റ്ററിൽ ആകെ നമ്മള് മൊത്തം ഇയറിലാകെ ഒരു 5 മിനിറ്റ് എന്തോ ക്യാമറ കയ്യിൽ പിടിച്ചുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്ക് സിനിമയായിരുന്നു അൾട്ടിമേറ്റ് എയിം ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് പണ്ട് വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു സിനിമ അഭിനയിക്കാനായിട്ട്. സോ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് പറ്റിച്ച് ഇങ്ങോട്ട് വന്ന് ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തതാണ്. പ്രൗഡ്. അപ്പൊ ഇപ്പൊ വീട്ടിൽ സമ്മതിച്ചാ? ഇപ്പൊ ഓക്കെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചോദിക്കും. ഇപ്പൊ സാഗറിനാണെങ്കിലും വില്ലൻ കോമഡി ഏതാ ഇഷ്ടം കൂടുതൽ ചെയ്യാൻ? ഹ്യൂമറാണ് താല്പര്യം. ഇനിയിപ്പോ ഈ പടം ഇറങ്ങുമ്പോ അറിയാം. തട്ടിമുട്ടി ഞാൻ പറയാൻ വന്നേ. പടം ഇറങ്ങേണ്ട ആവശ്യമില്ല. ഓ ഇതുവരെ ആ ടോപ്പിക്ക് വരാത്തതാ. അവസാനം കൊണ്ട് കലോളൊക്കെ ഓടിപ്പിച്ചില്ലടാ. അത് അടിപൊളിയായിരുന്നു. ഞാൻ പറ ബിഗ് ബോസിൽ എന്താ മൊത്തം കോമഡി ആയിരുന്നു ലൈഫിൽ. എന്റെ പൊന്നെ ഒരിക്കലും മറക്കൂല. ശീതളിന് ഒരു വില്ലത്തി ആയാലോ? എനിക്കെല്ലാം ചെയ്യാൻ ഓക്കെയാണ്, കുഴപ്പമില്ല. ക്യാമറ നോക്കിട്ട് പക്ഷെ എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഞാൻ എല്ലാം ചെയ്യും. ഒന്നും വരാത്തതിന്റെ ഒരു പ്രശ്നം വെച്ച് ബാക്കി എല്ലാത്തിനും ഞാൻ റെഡിയാണ്. പക്ഷെ ഇത് ചെയ്യുമ്പോ ഒക്കെ റെഡി ആവൂടാ. ഇത് ഇറങ്ങുമ്പോ എല്ലാവർക്കും എനിക്ക് പണ്ട് ഇങ്ങനെ ഇത് പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടി മുന്നേ ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തട്ടത്തി മരത്ത് പോലത്തെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എനിക്കിങ്ങനെ റൊമാൻറ്റിക് ഫിലിംസിലൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഇല്ല ആക്ച്വലി എനിക്ക് ഇഷ്ടം. എല്ലാതും ഇഷ്ടമാണ്, കോമഡിയും ഇഷ്ടമാണ്. പക്ഷെ കോമഡി പറഞ്ഞ മാതിരി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരാളെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതും ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ബംബ്ലിങ്ങിൽ റൊമാൻറ്റിക് ആയിരുന്നല്ലോ, ഇഷ്ടായില്ലേ? പിന്നെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ? ഇത്ര നാൾ ഇവര് കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ട് ടു ബാഡ്. ഇവിടെ നമുക്ക് പേഴ്സണലി നല്ല രീതിയിൽ അറിയാലോ. ഇവിടെ അതിനകത്ത് റൊമാൻറ്റിക് പറയും. അതായത് നിന്നെ ഇത്രയും വർഷം കണ്ടിട്ട് ഞാൻ ഈ സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാണണ്ടടാ, കുഴപ്പമില്ല. വെറും കൂതറ. സോറി അറിയാണ്ട് മാറിപ്പോയി. ഓക്കെ ഓക്കെ. ആൻഡ് ഇനിയൊരു റൗണ്ടിലേക്ക് പോവാണ്, പ്രകമ്പനം റൗണ്ട്. ചോദിക്കോ? ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ കോളേജ് ലൈഫിൽ ഉണ്ടായ ഒരു പ്രകമ്പനം കൊള്ളിച്ച മൊമെന്റ്.
സാഗർ ഒക്കെ പഠിച്ചില്ലേ? അവിടെ കോളേജിൽ സ്കൂൾ പോസിറ്റീവായിട്ടുള്ള മതി പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷൻ വേണോ അത് ലോക്കൽ വേണോ? ലോക്കലാണ് കുറച്ചുകൂടി ഞങ്ങൾക്ക് താല്പര്യം. രണ്ടും പറഞ്ഞു. അപ്പം ഞാൻ എഞ്ചിനീയറിങ്ങിലൊക്കെ 2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർക്ക് കഥ അറിയായിരിക്കും. എഞ്ചിനീയറിങ്ങിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുന്നില്ല, പെട്ടെന്ന് പഠിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ട്രൈ ചെയ്യും, പക്ഷേ അങ്ങനെ വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ 6 സബ്ജക്റ്റിൽ 5 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. ഒരു ഇംഗ്ലീഷ് മാത്രമേ ഞാൻ പാസ്സായുള്ളൂ. അപ്പോൾ നമ്മുടെ കോളേജിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജിൽ ബോർഡിലിടും. അപ്പോൾ അത്രയും പിള്ളേരിൽ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന പേര് എൻ്റെയാണ്. അവിടുത്തെ ഏറ്റവും മാർക്ക് കുറഞ്ഞ ഒരാൾ ഞാനാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, സെക്കൻഡ് ഇയർ കഴിഞ്ഞ്, 3rd ഇയർ കഴിഞ്ഞ് സപ്ലിയുടെ എണ്ണം കൂടി 34 സപ്ലി ഒക്കെ ആയി. പക്ഷേ 7th സെം ആകുമ്പോഴേക്കും റിസൾട്ട് വന്നിട്ട് ക്ലാസ്സിൽ അനൗൺസ് ചെയ്തു. അങ്ങനെ ഞാൻ ഒറ്റയടിക്ക് പേപ്പറെല്ലാം 7th എല്ലാം ക്ലിയർ ചെയ്തു. അങ്ങനെ വരുന്ന ബാക്കിയുള്ള പിള്ളേരുടെ അടുത്ത് പറയും ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് ഞാൻ സത്യം കാര്യം ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ എന്നോട് ഞങ്ങൾ പഠിപ്പ് വരെ നിർത്തി പോകാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഇത് ഏതോ സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയിലാണ്, പക്ഷേ സത്യം ഇത് റിയൽ ആയിട്ടുള്ള കാര്യം. എന്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാരും പറയുന്നത് ഇത് ഇൻസ്പയറായിട്ടാണ് പടം എടുത്തത്. ഇതാണ് ഞാൻ പറയാത്തത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമഡി ആവുന്നു ഞാൻ പറഞ്ഞത്. ഭയങ്കര കഷ്ടപ്പെട്ട് റെഡി ചെയ്താ, അതാണ് ഇത് ഇല്ലാണ്ടായി പോയി. ഇനി ശീതൽ പറ. ഇല്ലടാ എനിക്ക് അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടൊന്നും പറ. ഇല്ല, കോളേജ് ലൈഫ് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ കയറല ഭയങ്കര കുറവായിരുന്നു. ഞാൻ പൊളിറ്റിക്സും പാർട്ടിയും പിന്നെ ഇതൊക്കെ ശരിക്കും ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട മോശം. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഓൾമോസ്റ്റ് എപ്പോഴും പുറത്തായിരിക്കും. അലോഷ്യസ് കോളേജ്, സെയിന്റ് അലോഷ്യസ് കോളേജ്, എൽത്തുരുത്ത്, തൃശ്ശൂർ. അപ്പം അവിടെ ഇങ്ങനെ മിക്ക സമയത്തും പുറത്താണ് ഉണ്ടാവാറ്. പിന്നെ അത്ര ടീച്ചേഴ്സിന്റെ ഫേവറേറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ കിട്ടാൻ, ഇതുപോലെ വല്ലപ്പോഴും പോകാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ പ്രകമ്പനമായിരിക്കും. നെക്സ്റ്റ് പ്രകമ്പനം മൊമെന്റ് ഇൻ യുവർ കരിയർ. ഇത് തന്നെ ഈ പറഞ്ഞല്ലേ എനിക്ക് അത് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ പൂജ സമയത്ത് അവിടെ ബാക്കിലൊരു ഫ്ലെക്സ് പരിപാടി ഉണ്ട്. അതിനകത്ത് സ്റ്റാറിങ് ഗണപതി സാഗർ സുര്യാമി ഞാൻ അത് ഭയങ്കര, കാരണം ഇതൊക്കെ ആഗ്രഹിച്ചാണല്ലോ നമ്മൾ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ തന്നെ അങ്ങനെ ഒരു സിനിമയിലോട്ട് വരണം. അപ്പൊ ഞാൻ സ്റ്റാറിങ് അതിനകത്ത് അവിടെ എന്റെ പേര് പ്രകമ്പനം. ശീതള് എനിക്ക് തോന്നുന്നു കുറെ നാൾ മുതലേ ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഫിലിമിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ്യൂം കൊണ്ടുവരണം. അപ്പോൾ ഓൺ കോസ്റ്റ്യൂം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഞാൻ പൂജേൻ്റെ സമയത്ത് നമ്മളെ വിളിച്ചപ്പോൾ ഞാൻ വെച്ചു വേറെ ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ വെച്ചു ഇതെന്താ ഞാൻ പോയി. അപ്പം ഞാൻ കോസ്റ്റ്യൂം കൊണ്ടുവരാൻ എൻ്റെ കോസ്റ്റ്യൂം കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പം ഇവരിങ്ങനെ എൻ്റെ അടുത്ത് എവിടെ കോസ്റ്റ്യൂം എന്തെങ്കിലും ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയി, എടുത്തുകൊണ്ട് വന്നുകൊണ്ട് എന്നെ തിരിച്ചു വിട്ടു. ഞാൻ തിരിച്ച് കോസ്റ്റ്യൂം എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറച്ച് കോസ്റ്റ്യൂംസ് കുറവ്. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും അങ്ങനെ മേടിച്ച് കൊണ്ടുവരാനുള്ള പൈസയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എൻ്റെ അടുത്തൊരു ഡയലോഗ് അടിച്ചായിരുന്നു, സിനിമയിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ അവിടെ ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതെ, അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമായി. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ഒരു 2 വർഷത്തിൽ ഒരു 4 പടം ചെയ്തു. പടങ്ങളിലെ കോസ്റ്റ്യൂം അല്ല, അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത ഫിലിം കമ്മിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹാപ്പിയാണ്. സാഗർ ഹാപ്പിയാണ്. കരിയറിലുള്ള പ്രകമ്പന മൊമെന്റ് അത് ഇറങ്ങുമ്പോഴായിരിക്കും അതിന്റെ എനിക്ക് പടം ഇറങ്ങുമ്പോഴായിരിക്കും അടുത്തൊരു സ്റ്റെപ്പ് ഏത് റൂട്ടിലേക്ക്. നല്ല പ്രതീക്ഷയുള്ള പടമാണ്. പണിയെടുത്തിട്ടുണ്ട് പൊന്നളിയ വൈബ് എന്തായാലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മള് ചുമ്മാ ആക്ടിങ്ങിനപ്പുറത്തേക്ക് നമ്മള് എല്ലാവരും നാച്ചുറലി ലൊക്കേഷൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഒരു ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ നിൽക്കുന്നു, രാവിലെ ആകുമ്പോ വണ്ടി വരുന്നു, സ്കൂൾ ബസ് വരുന്നു, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നു, എന്താ കോപ്പി അടിക്കുന്നു, ആക്ഷൻ വിളിച്ച 3 സെക്കൻഡ് കണ്ണടച്ചിട്ട് പിന്നെ തുറക്കും. അത്രയും ഫ്രീ ആയിട്ട് ഇവിടെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും. പിന്നെ സ്ഥലമൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരും കൂടെ അവന് സ്ലീപ്പിംഗ് സ്റ്റാർ പേര് ഇട്ടു. അത് ശരി. ഓക്കെ, ഇനി അടുത്തത് പ്രകമ്പനം മൊമെന്റ് ഇൻ യുവർ പ്രകമ്പനം മൂവി ലൊക്കേഷൻ. നിങ്ങൾ പറ. കണ്ട സാഗരൻ എന്തോ വന്നു. അത് പിന്നെ എന്റെ തന്നെ ഞാൻ പറയണ്ട. അതുകൊണ്ട് പിന്നെ എന്നെ തന്നെ പറഞ്ഞ പ്രശ്നവും. അത് സാരില്ല, എല്ലാരും അനോട്ടിക്കുള്ള പറഞ്ഞാൽ എടാ ഇവരെ പുകഴ്ത്തൊരു സാധനം പറയാം. പ്രകമ്പന മൂവ്മെന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, മൊമെന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് എന്നെ വേണ്ട, വിട്ടേക്ക്. പറയണത് കരിയറിന് ഏതെങ്കിലും ഡയറക്ടറായിട്ട്
പേടിയുണ്ടല്ലേ? ഇത് പ്രകമ്പനം അങ്ങനെയൊന്നുമല്ല. പുള്ളി ഇതിടക്ക് ഇപ്പൊ നമ്മള് ഭയങ്കര കമ്പനി അടിച്ചിരിക്കുകയായിരിക്കും, ഭയങ്കര കമ്പനി അടിച്ച് അമ്മമാര് അലമ്പ് കാണിച്ചിരിക്കുകയായിരിക്കും. ഇപ്പൊ എടുക്കാൻ പോകുന്ന എന്തെങ്കിലും സീരിയസ് സാധനമായിരിക്കും. കുറച്ചു നേരം എഴുമ്പോഴത്തേക്ക് ഇവനെ കാണൂല, ഒറ്റയ്ക്ക് മാറി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പൊ ഒരു തവണ എനിക്കിത് മനസ്സിലായില്ല, ആദ്യ തവണ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെന്ന് ഞാൻ എന്നിട്ട് ഇതിടക്ക് പഴയ അലമ്പ് പരിപാടി അടിച്ചിരുന്നു ഇയാള്. സീരിയസ് അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ക്യാരക്ടർ പിടിച്ചിരിക്കുക. നമ്മളെല്ലാവരും എക്സ്ട്രീം തമാശ പറഞ്ഞിരിച്ചാലും ഇവിടെ ഒരാൾ അവിടെ ഉണ്ടാവില്ല. സംഭവത്തിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് വരുന്നത്. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചുമ്മാ അടിച്ച് പരിപാടി നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെ നിന്നാ മതി. ഇങ്ങനെയൊക്കെ ഓക്കെ. പിന്നെ വെരി കമ്മിറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെവിടെ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിച്ച ഇതല്ല, ഇവർക്ക് വേറെയാണ് വേണ്ടത്. അതായിരുന്നു അവരൊരു സീനിയർ ആക്ടർ എന്നുള്ള രീതിയിലാണ്. സോറി സീനിയർ ആക്ടർ. ഞങ്ങളെ പ്രകമ്പനം ആക്ച്വലി ഇത് വെറുതെ തമാശക്കല്ല, സീരിയസ്. നിങ്ങള് മൂന്നാളും ഇപ്പൊ മൂന്ന് പ്ലാറ്റ്ഫോംസ് വന്നത്. അങ്ങനെ പ്ലാറ്റ്ഫോംസ് ഇൻ ദ സെൻസ് ഇപ്പം അമീനാണെങ്കിൽ റീൽസ് ചെയ്ത് വരുന്നു, ശീതളാണെങ്കിൽ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് വരുന്നത് അല്ലേ? അല്ല ഓഡിഷൻ വരുന്നത്. ആ അതന്നെ, ഓഡിഷൻ ചെയ്തിട്ടാണ് ഉദ്ദേശം മനസ്സിലായത്. പിന്നെ സാഗറാണെങ്കിൽ തട്ടിമുട്ടി സീരിയലിൽ നിന്ന് വരുന്നു അല്ലേ? അപ്പൊ ആ മൂന്നാള് പക്ഷെ വന്ന് എത്തിപ്പെട്ടത് നിങ്ങളുടെ മൂന്നാളുടെ ഡ്രീമിലേക്കാണ്, സിനിമയിലേക്കാണ്. ശരിക്കും ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ? ഡിഫറെന്റ് സ്ട്രഗിൾസ് ആയിരിക്കാം ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, ഹാപ്പിനെസ് ആണല്ലേ? എല്ലാവരും അൾട്ടിമേറ്റ് ചെയ്യുമ്പോ ഒന്നല്ലേ സിനിമ അല്ലേ? അപ്പൊ അതിലേക്ക് എത്താൻ പറ്റിയതിന്റെ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കാണാൻ 22 വയസ്സ് തോന്നിക്കുന്നില്ലെങ്കിലും 22 വയസ്സല്ലേ ഉള്ളൂ. ഈ ഏജിൽ തന്നെ ഇത്ര എന്താ പറയണ ബിസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. സത്യമാണ്. ഒന്നോ ബാക്കിയോ വീട്ടില് ഈ ചെറിയ പ്രായത്തില് ഏൺ ചെയ്യാന്നും ഈ രീതിയിലേക്ക് എത്താന്ന് പറയുന്നത് വലിയൊരു കുറെ പേര് അത് പറയുന്നില്ലെന്ന്. കുറെ പേര് കാണുന്നുണ്ട്, ഭയങ്കര അസൂയോടെ നോക്കി കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. കാരണം അങ്ങനെ സംഭവിക്കുന്ന എളുപ്പമല്ല. അങ്ങനെ ഒരു ബ്ലെസ്സിങ്ങും അത് അതിൽ എക്സാമ്പിൾ അങ്ങട് ഇപ്പൊ ഇങ്ങട് ഗുഡ് ബൈ. ശീതളിനെ കൂടെ ഒന്ന് പരിഗണിക്കും. തോന്നുന്നുണ്ട്. എന്തായാലും വേണ്ടടാ പറയാൻ. ഒരു ചോദ്യം അമീനോടാണ്. കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു റീസെൻ്റ്ലി ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞാണ്, അതായത് ഇപ്പം ചില സിനിമകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ റാദർ ദാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നോക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയ ത്രൂ എന്താ പറയുക ഒരു റീച്ചിന് വേണ്ടിയിട്ട് റീൽ ഇടൂലേ, പോസ്റ്റർ ഇടൂലേ, അങ്ങനെ ഒരു സാധനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയെ കയറ്റുന്നത്. അതെ അത് ട്രൂ ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. ബട്ട് ഈ സിനിമയ്ക്ക് ഞാനത് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു റോൾ എൻ്റെ തലയ്ക്ക് വെച്ച് തരൂല. ആ ട്രെൻഡ് ആണ് നോക്കുന്നെങ്കിലും ഡയറക്ടർ അതാണ് നോക്കുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ഈ ക്യാരക്ടർ എനിക്ക് തരൂല. കാരണം പടത്തിൽ ത്രൂ ഔട്ടായിട്ട് ഈ 3 പേരുടെ പരിപാടി കൂടെയാണ് പടം പോകണം. ഒരു ട്രെൻഡ് മാത്രം നോക്കിയിട്ട് തരികയാണെങ്കിൽ, പക്ഷേ ഈ ട്രെൻഡ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അപ്രോച്ച് ചെയ്താൽ അതിന് വേറെ എഗ്രിമെന്റും വെക്കും. അത് വേറെ എഗ്രിമെന്റാ. ഇത് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് കാരണം ചെയ്യാൻ അത്യാവശ്യം ഉണ്ട്. ഈ പറഞ്ഞ പോലെ കോമഡി പരിപാടികളുണ്ട്, കൈന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രെൻഡ് ഉണ്ട്. പ്രകമ്പനം സിനിമ തിയേറ്ററിലും പുറത്തും നമുക്കൊക്കെ പ്രകമ്പനം കൊള്ളിക്കട്ടെ. ഉറപ്പായിട്ടും കൊള്ളിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ഞങ്ങളെ രക്ഷിക്കണം, വേറെ വഴിയില്ല. നമ്മൾ ഒരുപാട് എല്ലാ സിനിമകളും തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ ഭയങ്കര ഫൺ, ഭയങ്കര രസമായിട്ട് ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. ആ തിയേറ്ററിൽ കിട്ടുന്നത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആ വിശ്വാസം നിങ്ങൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഔട്ട് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു കാണാണ്ട് തന്നെ അത് പറയാൻ പറ്റും ഈ മൂവി നല്ലൊരു ഹിറ്റ് ആയിരിക്കും എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ ഏത് ആൾക്കാർ കൂടെ പോയിരുന്ന് കണ്ടാലും ഈ പടം ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഈ പറഞ്ഞ പ്രിവ്യൂ കണ്ടവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടം വന്നിട്ടുണ്ട്. അതെ, അത്യാവശ്യം അടിക്കാനുള്ള സാധനങ്ങൾ എലമെന്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ജനുവരി 30 തിയേറ്ററിൽ സിനിമ വരും. ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇന്നാണ് കൺഫേം. ഞങ്ങളായിട്ട് ഇതെന്തെങ്കിലും പറയണില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും പോയി എല്ലാവരോടും സജസ്റ്റ് ചെയ്ത് സിനിമ കാണിക്കുക, സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ. താങ്ക് യു താങ്ക് യു ഗൈസ്, അടിപൊളിയായിട്ട്. താങ്ക് യു.